ഹലോ, അങ്ങനെ ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഒരാളുടെ കൂടെ കല്യാണം കഴിഞ്ഞു. ഈ ഒരു കോക്ടെയിൽ ഗ്യാങ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും ഇതിനകത്തേക്ക് അംഗങ്ങൾ ആഡ് ചെയ്തത് എങ്ങനെയാണെന്നും ഇന്നും ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങളാണ്. എല്ലാവരും മൈൻഡ് സെറ്റ് ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ആരും ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടവരല്ല, എല്ലാവരും വന്നു ചേർന്ന ആൾക്കാരാണ്. എങ്ങനെയൊക്കെയാണ് വന്നത്, ഏത് പോയിന്റിലാണ് വന്നതെന്ന് മാത്രം ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏകദേശം 3 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട്. ഇതുവരെ അതിന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ആരും തന്നെ വരുത്തിയിട്ടില്ല. ഈ ഒരു കല്യാണം പ്രമാണിച്ച് ഏകദേശം 3 മാസം മുമ്പേ ഞങ്ങൾ പ്രീ പ്ലാനിങ് തുടങ്ങിയതാണ്. പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കാലം വീണ്ടും വീണ്ടും നമുക്ക് തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ കുറേ പേര് യൂണിഫോമിൽ വന്നു, കുറേ പേര് വിത്തൗട്ട് യൂണിഫോമിൽ വന്നു. അങ്ങനെ ആകെ മൊത്തം നാശകോശമായി തന്നെ പറയേണ്ടതായിട്ട് വരും. എന്തായാലും എല്ലായ്പ്പോഴും ഗേൾസിനാണല്ലോ താമസം കാര്യങ്ങളൊക്കെ എപ്പോഴും വരാറ്. അവർക്കെതിരെയായിരിക്കും എല്ലാവരും ആർഗ്യുമെൻറ്റ് ചെയ്യുന്നത്, പരാതികളൊക്കെ അവർക്കെതിരെയായിരിക്കും. പക്ഷേ ഈ തവണ ഞങ്ങൾ ഗേൾസ് എല്ലാവരും നേരത്തെ തന്നെ മുൻകൂട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് മാത്രമാണ് നമുക്ക് പാളിച്ചകൾ പറ്റിയതായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ ഒത്തൊരുമ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ആ ഒരു റോ ഫുള്ള്, അതായത് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ചെറുതും വലുതുമായിട്ടുള്ള ഞങ്ങളുടെ ഗ്യാങ്ങിലെ എല്ലാവരും നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാളം വന്നു, ഓലം വന്നു, സാമ്പാർ വന്നു, ചോറ് വന്നു, അവിയൽ വന്നു, 2 കൂട്ടവും പായസവും കഴിച്ചു. സമൃദ്ധമായിട്ടുള്ളൊരു സദ്യ കഴിച്ചതിന് ശേഷം എല്ലാവർക്കും നല്ല രീതിയിൽ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 2 കൂട്ടം പായസം കഴിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും കിളിയും കിളിക്കൂടും പാറി. അങ്ങനെ വിശ്രമവേളകൾ സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വളിപ്പടിക്കാനും അതിനെതിരെയായിട്ട് ചിരിക്കാനും അങ്ങനെ എല്ലാവരും നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കൂടാൻ വന്ന ചില ആളുകൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ലാസ്റ്റ് ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലാത്ത ആ ഒരു അവസരത്തിലാണ് അവൾ ഉയർത്തെഴുന്നേറ്റ്. മര്യാദയ്ക്ക് അവളൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ എല്ലാ കൂട്ടത്തിലും കാണും ഇങ്ങനത്തെ ഒരുത്തൻ. ആ പോണ ചേട്ടൻ എന്തിനാണ് ഓടുന്നതെന്നുള്ള കാര്യം ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കല്യാണം എന്തോ ആയിക്കോട്ടെ, ആരുടെയോ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് സോളോ ഡാൻസ് കാഴ്ചവെച്ചു നമ്മുടെ അന്നമോള്. പിന്നെ ക്യൂട്ട്നെസ് വാരിയിടുന്ന വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും അന്യോന്യം സംസാരിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഇത് ഞങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഓവറാക്കി ചളമാക്കണ്ട. ഞങ്ങളുടെ പെണ്ണിനെ അവൻ്റെ ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പടിയിറങ്ങി.